മാരുതി ഈക്കോ കേട്ടോ. അപ്പോൾ ഇത് വെള്ള ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഈ മാനിഫോൾഡിൻ്റെ മുകളിലൊരു ജോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു വാട്ടർ സർക്കുലേഷൻ്റെ. അപ്പോൾ അത് പൊട്ടിയിട്ടാണ് ലീക്ക് വന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതൊക്കെ പൊട്ടി ലീക്കാവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഈക്കോ എന്ന് പറഞ്ഞാൽ മറ്റ് കാറുകളെ പോലെയല്ല. ഇതിൻ്റെ അകത്ത് ഒരു 550 വെള്ളത്തിൻ്റെ ഓസാണ്. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ ഓസുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മളിത് കറക്റ്റായിട്ട് ഇതിൽ കൂളൻ്റ് കീപ്പ് ചെയ്യണം. അതായത് കറക്റ്റ് കൂളൻ്റ് ചേഞ്ച് ആക്കേണ്ട ടൈമിൽ അത് കറക്റ്റായിട്ട് കൂളൻ്റ് മാറി പോയിക്കണം. അല്ലാണ്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് ഓടിക്കഴിഞ്ഞാൽ ഇത് ലീക്കായി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഇടങ്ങാറാണ്. കാര്യം നല്ല പണിയുണ്ട്. അതുപോലെ തന്നെ വണ്ടി നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല, വണ്ടി ഇടേണ്ട വരും. അപ്പോൾ അർജൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി മറ്റേ ഈ ആൾട്ടോ വാഗണർ പോലുള്ളതിൽ നമ്മൾ വെള്ള ലീക്ക് വന്നാൽ അത് വലിയ വിഷയമുള്ള കേസല്ല. പക്ഷേ ഈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എഞ്ചിനകത്താണ്, നമ്മൾ ഇതിൻ്റെ അകത്തിരുന്നിട്ട് വേണം ഇതിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ. അപ്പോൾ പരമാവധി ഈക്കോ യൂസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ലത് മാരുതി തന്നെ ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കൂളൻ്റ് കിട്ടും. അത് ഒഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ലൊരു കൂളൻ്റാണ് അത്. അതുപോലെയുള്ള അത് ഒഴിക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല, എന്നാലും നമ്മൾ കൂളൻ്റ് ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും കൂളൻ്റ് ഒഴിച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും.